കേരള മനസാക്ഷിയെ ഒന്നാകെ നടുക്കിയ സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിന് അല്ലെങ്കിൽ അതിക്രൂരമായ റാഗിങ്ങിനിരയായി സിദ്ധാർത്ഥൻ മരണപ്പെട്ട സംഭവത്തിൽ ഇന്ന് ഒരു വർഷം തികയുകയാണ്. ഇന്നേക്ക് ഒരാണ്ട് തികയുകയാണ്. സിദ്ധാർത്ഥൻ്റെ അമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അമ്മ, ആദ്യമേ ചോദിക്കാനുള്ളത്, നമ്മൾ കേരളം ഒന്നാകെ നൊന്ത് പ്രാർത്ഥിച്ചതാണ് ഒരുപക്ഷെ സിദ്ധാർത്ഥൻ്റെ ഈ ഒരു മരണം, ഈ ഒരു റാഗിങ്ങുമായി ബന്ധപ്പെട്ട അവസാനത്തെ മരണമാകണമേ എന്ന്. പക്ഷേ തുടരെ ഈ ഒരു റാഗിങ് പീഡനങ്ങൾ വാർത്തയാവുകയാണ്. ഇന്നും കാര്യവട്ടം ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിക്ക് നേരെ വലിയൊരു അതിക്രമം സംഭവിച്ചിരിക്കുന്നു. ആ ഒരു ഭീകരമായ അവസ്ഥ ഇന്നും തുടരുകയാണ്. തുടരുന്നല്ല, ഇപ്പോൾ കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും 1-2 കേസ് അല്ലെങ്കിൽ വല്ലപ്പോഴൊരിക്കൽ ഒന്ന്, നമ്മൾ 6 മാസത്തിലൊരിക്കൽ ഒന്ന് കേൾക്കുന്നു എന്നല്ലാതെ ഇപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ 2-3 കേസ്. കോട്ടയത്ത് അതേപോലെ തന്നെ കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ ഒരു ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഉൾപ്പെടെ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് കാണുമ്പോൾ ഒരു സെക്കൻഡ് പോലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിലെത്രയോ മടങ്ങ് വലുതായിരുന്നു പൂക്കോട് നടന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നമുക്ക് എവിഡൻസ് ഒന്നുമില്ല. അതാണ് ഇവരെ സംരക്ഷിക്കും എന്നുള്ളൊരു ധൈര്യമാണ് വീണ്ടും ഇതിൻ്റെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. കൊല ചെയ്തിട്ട് പോലും കുട്ടികൾ തിരികെ കയറാൻ അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്കതിന് പഠിക്കാൻ പറ്റുന്നു, എക്സാം എഴുതാൻ പറ്റുന്നു എങ്കിൽ പിന്നെ എന്തോ പേടി? കുട്ടികൾക്ക് ഒരു പേടിയില്ല, അവർക്ക് ധൈര്യമാണ്. എന്തായാലും നമുക്ക് പഠിക്കാൻ പറ്റും. 5-6 മാസം അല്ലെങ്കിൽ 1 വർഷം പുറത്ത് നിന്നിട്ട് നമുക്ക് പഴയതുപോലെ തന്നെ പഠിക്കാൻ അവസരം കിട്ടും. ഈ ഒരു വർഷവും വലിയ രീതിയിലുള്ളൊരു നിയമ പോരാട്ടത്തിലായിരുന്നു അമ്മയും അച്ഛനും. അതുപോലെ തന്നെ ഈ ഒരു വിദ്യാർത്ഥികളെ ഒന്നാകെ തുടർ പഠനം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു വിധി വരുന്നു. അതിനെതിരെ അപ്പീൽ പോയി അതിന് സ്റ്റേ വാങ്ങിക്കൊടുക്കുന്നു. അത്തരത്തിൽ ഈ ഒരു ശക്തമായ തെളിവുകളുടെ അഭാവമോ അല്ലെങ്കിൽ ഈ പ്രതികളെയൊക്കെ സംരക്ഷിച്ച് പിടിക്കാനായിട്ട് ഈ നേതാക്കന്മാരുടെ ഒരു നിര തന്നെ ഉണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അത് തുടക്കം മുതലേ ഉണ്ടായിരുന്നല്ലോ. അവരുടെ കോളേജിനകത്ത് ഒരു യൂണിയനേ ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റുഡൻസ് യൂണിയൻ. അത് SFIയുടെയാണ്. ഇതിൽ പ്രതികളായിട്ടുള്ള 5-6 കുട്ടികൾ അതിലെ ഭാരവാഹികളാണ്. ബാക്കി കുട്ടികൾ അതിലെ അംഗങ്ങൾ, SFIയുടെ തന്നെ. കോളേജ് ക്യാമ്പസിനകത്ത് ഒരു യൂണിയൻ, ഇവരാണ് SFIയുടെ യൂണിയൻ മാത്രമാണ് ഒരു അധ്യാപക സംഘടനയുള്ളൂ. അത് ഇടതനുകൂലമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ, അതായത് സീനിയേഴ്സും റാഗിങ്ങിന് ഇരയായ കുട്ടികൾക്ക് ഒരു കുട്ടിയായിരിക്കില്ല, കുറേ പേരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് പുറത്ത് പറയാനുള്ളൊരു പേടി ഈ സീനിയേഴ്സും ഈ അധ്യാപകരും കോളേജിനകത്തുള്ള ഒരു ടീം വർക്കാണ്. എന്ത് ചെയ്താലും പേടിക്കണ്ട എന്നുള്ള ആ ഒരു ധൈര്യമാണ് ഇതുവരെ കൂട്ടെത്തിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കണ്ടതും ആ ഒരു ധൈര്യം തന്നെയാണ്. അവിടെയും SFIയുടെ നമ്മുടെ പ്രതികളെന്ന് പറയുന്നത് SFIയുടെ കുട്ടികളാണ്. അവർക്ക് ഈ ക്രൂര മൈൻഡ്, ക്രിമിനൽ, എന്തും ചെയ്തിട്ട് ആസ്വദിക്കുന്ന ഒരു മൈൻഡില്ലേ, ഇവരെങ്ങനെ വീണ്ടും വന്ന് പഠിക്കും? തീർച്ചയായിട്ടും കോട്ടയത്തെ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴും ഈ കുഞ്ഞ് ഈ അലറി നിലവിളിക്കുമ്പോഴും ഇവർ ചിരിക്കുകയാണ്. അത് കോമ്പസ് കൊണ്ട് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് വളരെ തമാശ രൂപേണ കുത്തി രസിക്കുകയാണ്. ആ വേദന അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ അതോ ആ മൈൻഡ് ഉള്ളത് കൊണ്ടാണോ? ഇവരൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇവരെ സമൂഹത്തിലോട്ട് വിടരുത്. പേപ്പട്ടിയേക്കാളും വിഷം തേണ്ടുന്നവരാണ് ഇവരൊക്കെ. ഈ ഒരു ബോധവൽക്കരണ നടപടികൾ കൊണ്ടൊന്നും ഇനി ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല. സർക്കാരിൻ്റെ പല പദ്ധതികളുണ്ട്, വിമുക്തി അടക്കം അങ്ങനത്തുള്ള പല പദ്ധതികളും ഈ റാഗിങ് തടയാനായിട്ട് ബോധവൽക്കരണം എന്നൊക്കെയുള്ള രീതിയിലുണ്ട്. പക്ഷേ അവിടെ കൊണ്ടൊന്നും ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നൊരവസ്ഥയാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ കോളേജിൽ അഡ്മിഷൻ എടുത്താൽ നമ്മൾ റാഗിങ് ചെയ്യരുത് എന്നൊക്കെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, തുടക്കം മുതലേ ഉണ്ട്. പാരൻസിന് എത്തിക്കൊണ്ടായിരുന്നാലും അല്ലെങ്കിലും ഉണ്ട്. പക്ഷെ ഇതൊന്നും നടപ്പാക്കാത്തത് എന്തെന്നറിയാമോ? അവിടുത്തെ ജൂനിയേഴ്സ് കുട്ടികൾ കഴിഞ്ഞാൽ അതിനകത്ത് റാഗിങ് ചെയ്തിരുന്നാലും അധ്യാപകരും കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യം. പുറത്തിറങ്ങിയാൽ അവരുടെ ഭരണ പാർട്ടി അവരും കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം, സംരക്ഷണം. എന്തൊക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടും കാര്യമില്ല, പേടിയില്ല. അവർക്കൊരു പേടിയില്ല. റാഗ് ചെയ്ത് കൊന്നാൽ പോലും അകത്ത് കയറാൻ പറ്റും.
എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ സീനിയർ വിദ്യാർത്ഥികൾ ഇത് തങ്ങളുടെ ഒരു അവകാശമാണെന്നൊക്കെ ധരിച്ചു വയ്ക്കുന്ന ഒരു സാങ്കല്പിക ലോകത്തിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഈ ഒരു ജീവിതത്തിലേക്ക് വലിയ വലിയ എന്ത് പ്രതിസന്ധികളൊക്കെ നേരിടാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കും എന്നൊക്കെ ഇപ്പോഴും ആ ഒരു മിഥ്യാലോകത്ത് നിൽക്കുന്ന അത്തരം ചിന്താഗതികളൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. എന്താ നമുക്ക് പാർട്ടിക്ക് കുറച്ച് ആളുകളെ വേണം. അപ്പോൾ ഇവിടുന്നേ ഇങ്ങനെ കെട്ടിയെടുക്കാൻ അവർ നോക്കുകയാണ്. ജൂനിയേഴ്സ് നമ്മളിപ്പം അഡ്മിഷൻ കൊണ്ടുപോകുന്ന കുട്ടികൾ എന്തായിരുന്നാലും പേടിച്ചിരിക്കുന്നു. ഇവരാണ് 2 വർഷം കഴിയുമ്പോൾ സീനിയർ. ഇവരെങ്ങനെ മാറുന്നു? അത് കണ്ട് പഠിച്ച് വരുന്നതാണ്. അല്ലാതെ ഒരു കോളേജിൽ ആദ്യം കയറുമ്പോൾ ഞാൻ റാഗ് ചെയ്യാൻ അടുത്ത വർഷം തയ്യാറാണെന്നല്ല, കണ്ടു വരുന്നതാണ്. ഞാൻ കാണുന്നു ഞാൻ ഒന്നും ചെയ്തിട്ട് അവരെ പിടിക്കുന്നില്ല, അവർ വീണ്ടും പഠിക്കുന്നു. അപ്പോൾ വീണ്ടും ഇവർക്കെന്താ ധൈര്യം? ജൂനിയർ കണ്ട് പഠിക്കുകയാണ്, അവർക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും അടുത്ത വർഷം എന്തെങ്കിലും ചെയ്താൽ ഇതൊക്കെ എത്രയേ ഉള്ളൂ. കോട്ടയത്തേക്കാണ് ഈ സംഭവം നമ്മൾ അറിഞ്ഞ ഒരു സമയം മുതൽ തന്നെ നമ്മൾ വിശ്വസിച്ച് ചെല്ലുന്ന ദൈവതുല്യരായിട്ട് കാണുന്ന ഡോക്ടർമാരും നേഴ്സുമാരും, അക്കൂട്ടത്തിൽ നമ്മൾ ഈ ഭാവിയിൽ നേഴ്സാവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ ഒരു ക്രൂരമായ പീഡനം ഒരു വിദ്യാർത്ഥിക്ക് നേരെ അഴിച്ചുവിടുന്നത്. നമ്മളൊക്കെ എന്ത് വിശ്വസിച്ച് ഈ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിലെ ഈ നാനാതുറകളിൽ നാളെ ജോലിയെടുക്കേണ്ട വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുമെന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ അമ്മ? നമ്മൾ മാലാഖമാരെന്ന് പറയും അല്ലേ, ആൺകുട്ടികളായിരുന്നാലും മാലാഖമാർ തന്നെ പറയും. അവരുടെയൊക്കെ അടുത്ത് ചെന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ നമ്മൾ ഭാവിയിൽ അങ്ങ് പോകേണ്ടി വരില്ലേ? നമുക്ക് ഈ വേദന ആസ്വദിക്കുന്നവരുടെ മുന്നിൽ എങ്ങനെ നമ്മുടെ ചിലപ്പോൾ കുഞ്ഞു കുട്ടികളായിരിക്കും കൊണ്ടുപോകുന്നത്. ഇവരാസ്വദിക്കും ആ വേദന. ഈ മനസ്സുള്ളവരെ പഠിക്കാൻ അനുവദിക്കരുത്. കൂടെ നിൽക്കുന്നവരെയും കൂട്ടുനിന്നവരെ അധ്യാപകരെ ഉൾപ്പെടെ വേണ്ട ശിക്ഷ പ്രതി ചേർത്ത് തന്നെ അധ്യാപകരെയും ശിക്ഷയ്ക്ക് കൊടുക്കണം. 8 മാസം 4 മാസം 3 മാസത്തോളം ഇത് ചെയ്തിട്ട് അറിയാത്തവരാണ് അധ്യാപകർ. അപ്പോൾ ഈ കുട്ടികൾക്ക് പേടി പറയാൻ, അധ്യാപകർക്ക് പറയാൻ പേടി. എന്താണ്? അധ്യാപകർ നമ്മുടെ കൂടെ നിൽക്കില്ല. ഒരിക്കലും പലപ്പോഴും ആദ്യഘട്ടങ്ങളിൽ ഈ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ കേസിൽ ഉൾപ്പെടെ ആദ്യഘട്ടങ്ങളെല്ലാം ഇത് വെളിയിലായി കഴിഞ്ഞാൽ ഈ കോളേജിന് അല്ലെങ്കിൽ ആ ഒരു ഈ വിദ്യാലയത്തിന് വലിയൊരു നാണക്കേട് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു ചിന്ത ഇപ്പോഴും അവിടുത്തെ ഈ ഒരു തലപ്പത്തിരിക്കുന്ന പ്രിൻസിപ്പൾമാർക്കാവട്ടെ ഇതുപോലുള്ള VC-മാർക്കാവട്ടെ ഇപ്പോഴും ഉണ്ട്. ആ രീതിയിൽ അത് പുറം ലോകത്ത് എത്തിക്കേണ്ടത് തങ്ങളുടെ കൂടെ ബാധ്യതയാണെന്ന് അവർ തിരിച്ചറിയാതെ പോവുകയാണല്ലേ? അവർക്ക് ഓരോ കോളേജിനെയും അവരുടെ വളർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ കോളേജിൻ്റെ പേര് നഷ്ടപ്പെടരുത്, എല്ലാം അതിനകത്ത് വെച്ച് ഒതുക്കി തീർക്കാം. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഹെഡ് ആരാണോ, ഡീനാണോ പ്രിൻസിപ്പളാണോ അവർ ഇതിനെ പൂഴ്ത്തിവെക്കും. ഇത് ആർക്ക് സൗകര്യവും റാഗ് ചെയ്യുന്ന പ്രതികളായി ഇപ്പം നമുക്ക് നിൽക്കുന്നവരാണ്, അവർക്കൊരു സഹായകമായി തീരുകയാണ്. ഇത് ഓരോന്നും ചെറിയ കാര്യങ്ങളിലേ അവർക്ക് ശിക്ഷ, അല്ലെങ്കിൽ അതൊരു കേസായിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും വലുതായി വരില്ല, പേടി വരില്ല. ഇവർക്ക് പേടിയില്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അമ്മയാകട്ടെ അച്ഛനാകട്ടെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു മകന് വേണ്ടി മാത്രമല്ല ഈ ഒരു പോരാട്ടം നടത്തുന്നത്. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് റാഗിങ്ങിന് ഇരയാക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളൊരു നിശ്ചയദാർഢ്യം കൂടി ആ ഒരു പോരാട്ടത്തിന് പിന്നിലുണ്ട്. പക്ഷേ അത് ഈ ഒരു രീതിയിൽ അതിനൊരു വിഫലമാകുന്ന രീതിയിലുള്ള പ്രവർത്തികൾ വീണ്ടും തുടരുമ്പോൾ അതിൽ വലിയൊരു മാനസികമായൊരു പ്രയാസമുണ്ടോ? തൻ്റെ മകൻ ഈ പറഞ്ഞതുപോലെ ജീവൻ നൽകേണ്ടി വന്നിട്ടും ഇത്തരം അവസ്ഥകളിൽ കേരള സമൂഹത്തിൽ തെല്ലും മാറ്റമില്ലാന്ന് ചിന്തിക്കുമ്പോൾ വലിയൊരു ദുഃഖമുണ്ടോ? ഞങ്ങൾ ആദ്യത്തെ ആ സമയങ്ങളിൽ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ആയതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനും പറ്റിയതുപോലെ ആർക്കും ഉണ്ടാകരുത്, ആർക്കും സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ കരകയറാൻ പറ്റാതെ ഈ ഇരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് ഒന്ന് പോയി, അല്ലെങ്കിൽ കേസ് നടക്കട്ടെ, കേസിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കാം എന്നല്ല ഇപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത്. ആർക്കും വരാതിരിക്കാൻ വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. പല മീഡിയകളിലൂടെയും പത്രങ്ങളിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും എല്ലാത്തിലൂടെയും. അതെന്തിനെന്ന് പറഞ്ഞാൽ ഇനിയൊരു സിദ്ധാർത്ഥനെന്ന് ആരും കേൾക്കരുത്. നമ്മുടെ ഒരു കുഞ്ഞിനെ രാജ്യത്തിന് വേണ്ടി ഞാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രയോജനം വരണമെങ്കിൽ ഈ റാഗിങ് എന്ന ഈ ക്രൂര വിനോദം അത് 100% തുടച്ചു മാറ്റാൻ കഴിയില്ല. എന്നാലും ഒരു 90% പറ്റുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ അത്രയെങ്കിലും നടക്കാൻ കഴിഞ്ഞാൽ അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ഇപ്പോൾ പ്രയത്നം. ഈ പലപ്പോഴും വിദ്യാർത്ഥികളാണെന്നുള്ളൊരു പരിഗണന
അമിതമായ പരിഗണന ഇത്തരം കേസുകളിൽ ഇവർക്ക് ഒരു ബലമാകുന്നു തോന്നിയിട്ടുണ്ട്. നിയമത്തിൻ്റെ ഒരു പരിരക്ഷ കൂടിയാണ്. അത്തരം ചില കാലഹരണപ്പെട്ട ചില ഈ വ്യവസ്ഥകൾക്ക് കൂടി ഒരു മാറ്റം വരേണ്ട കാലമായില്ലേ? അതെ, പ്രായം പഠിക്കുന്ന കുട്ടികൾ ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്ന്. അവിടെ നേരത്തെ എന്തെങ്കിലും ഇതുപോലത്തെ കേസുകൾ വരുമ്പോൾ രജിസ്റ്റർ ആയില്ലെങ്കിൽ അത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിയല്ല. അടിപിടി വരുമ്പോൾ അത് ഒത്തുതീർത്ത് കൊണ്ടുപോകുന്നു എങ്കിൽ ആ കുട്ടി നല്ല കുട്ടിയാണ്. അതിൽ എന്നാണോ പോലീസ് കേസ് ആവുന്നത് എങ്കിൽ മാത്രമേ അവന് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഇവന് പഠിക്കാനുള്ള അനുവാദം കൊടുക്കണം, നിയമമാണ്. വയസ്സ് നോക്കണം. ഞാൻ പറയുന്നത് ഇതൊന്നും നോക്കരുത്, പഠിക്കാൻ അനുവദിക്കരുത്. പഠിക്കാൻ മനസ്സാഗ്രഹിച്ച് വരുന്ന കുറച്ച് കുട്ടികളുണ്ടായിരിക്കും കോളേജിനകത്ത്. അല്ലാതെ പാർട്ടി വളർത്താം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ചെന്ന് അടിച്ച് പൊളിച്ച് ഇതുപോലെ ഈ വിനോദങ്ങളിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ ലഹരി അതിലേർപ്പെട്ട് ജീവിച്ച് പോകാം എന്നുള്ളവർ ജയിലിൽ കിടക്കട്ടെ, അല്ലെങ്കിൽ അവർ പഠിക്കാതിരിക്കട്ടെ. പുറത്ത് വിടുക, പുറത്താക്കുക. ഒരിടത്ത് ഒരു കോളേജിനും അഡ്മിഷൻ കൊടുക്കാതിരിക്കുക. പഠനം തുടരാൻ അനുവദിക്കരുത്, ഡിവാർ ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ആവശ്യം. ഉറപ്പായിട്ടും കുട്ടികളെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇത് കണ്ടുകൊണ്ട് നിന്നതും ഉത്തരവാദികളായ അധ്യാപക സമൂഹം. കണ്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്ന, അല്ലെങ്കിൽ അത് ആദ്യം പുറലോകത്ത് എത്തിക്കാൻ പറ്റുന്നില്ല. അവർക്ക് എന്താ നമ്മുടെ കണ്ണും കാതും എല്ലാം എന്തിനാണുള്ളത്? അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊക്കെ എന്തിനാണ്? ഈ നമ്മുടെ സിദ്ധാർത്ഥൻ ഇല്ലാതായിട്ട് 1 വർഷം തികയാണെന്ന്. ശരിക്കും എങ്ങനെയാണ് ഈ ഒരു അതിജീവനം, അല്ലെങ്കിൽ എങ്ങനെയാണ് മാനസികമായി ആ ഒരു അവസ്ഥയെ പിടിച്ചു നിർത്തുന്നത്? എങ്ങനെയാണ് ഈ ഒരു ഇനിയും ഉണ്ടാവരുത്, ഇനിയും മറ്റൊരു കുഞ്ഞിനുണ്ടാകരുത് എന്നുള്ളൊരു ബലം തുണയാകുന്നുണ്ടോ ഈ പോരാട്ടത്തിൽ? ഞങ്ങൾ പോരാടുന്നതാണ് ഇപ്പം ഞങ്ങളുടെ ഒരു മനസ്സിൻ്റെ ഒരു മനസ്സുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. തളർന്ന് ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾക്കിപ്പോൾ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അവൻ്റെ പേരിൽ ഈ ഒരു കിരാത വേട്ട, അതായത് ഈ ക്രിമിനലായിട്ട് വരുന്ന റാഗിങ് മാക്സിമം എങ്ങനെയൊക്കെയോ നിർത്താൻ ചെയ്യാനായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നാളെ ഒരു പേടി ഉണ്ടാകണം. ആ രീതിയിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ശിക്ഷ അത് വാങ്ങിക്കൊടുക്കുക. സിദ്ധാർത്ഥൻ എന്ന് വാക്ക് ഉച്ചരിക്കുമ്പോൾ ആ ഒരു പേടി വരണം. ആ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും അതുണ്ടാകരുത്. ഇതൊരു തുടക്കം എന്നുള്ള രീതിയിൽ അവൻ്റെ പേര് പറഞ്ഞ് പല കോഴ്സുകൾക്കും അഡ്മിഷൻ കിട്ടിയതാണ്. അതെല്ലാം കളഞ്ഞിട്ട് സിദ്ധാർത്ഥന് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇത്രയും ദൂരം ഇവിടെ നിന്ന് അറ്റം വരെ വയനാട് വരെ ട്രിവാൻഡ്രം അഗ്രികൾച്ചർ കോളേജിൽ കിട്ടിയത് അഡ്മിഷൻ എല്ലാവരും അതും വേണ്ടെന്ന് വെച്ചിട്ട് പോയത്. അപ്പം അത്രത്തോളം ആഗ്രഹിച്ചു. അല്ലെങ്കിൽ ഒരു നിമിത്തം അവിടെ പോയി ഇത്രയും കുട്ടികൾ അതിനകത്ത് വാഴ്ന്നിരുന്നു. ഇത്രയും ദിവസം ഈ നരഭോജികൾ അതിനകത്ത് കിടന്നിരുന്നു ആ കോളേജിൽ. അവരെ പുറത്തു കൊണ്ടുവരാൻ പോയതാണ്. ഞങ്ങളിപ്പോൾ എല്ലാം അങ്ങനെ വിശ്വസിക്കും. തീർച്ചയായും. പക്ഷേ എല്ലാ കോളേജിലും സംഭവിക്കുന്നില്ലെങ്കിലും പ്രത്യേകിച്ചും ഈ ഒരു പൂക്കോട് കോളേജിൽ തീർച്ചയായിട്ടും അതിനൊരു വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ആ ഒരു സംഭവത്തിന് ശേഷം നിരന്തരമായിട്ട് അത് ചർച്ച ചെയ്യപ്പെടുകയും അത്തരത്തിൽ ആ കുട്ടികളുടെ പേരുവിലാസങ്ങളടക്കം നിരന്തരമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ ഒരു കോളേജിലെങ്കിലും അതിനൊരു അറുതി വന്നോ? നമ്മൾ ഒരിക്കലും പിന്നെ ഒരു വാർത്ത അങ്ങനെ കേട്ടിട്ടില്ല. അതിനു വേണ്ടിയിട്ട് സിദ്ധാർത്ഥൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നൊരു ആശ്വാസമുണ്ടോ? മാറ്റം വരാനുള്ള ഈ ശിക്ഷാ നടപടിയല്ലേ, കടുപ്പിക്കാതെ ഒന്നും നടക്കില്ല ഇവിടെ. ഈ ശിക്ഷ ഇങ്ങനെ ആവുമ്പോൾ പിന്നെ എങ്ങനെ മാറും? ഇതിപ്പോൾ കൂടിയിട്ടേ ഉള്ളൂ. നമ്മൾ പൊരുതുന്നതിൻ്റെ അളവ് കൂടുതലാണ്. ഇപ്പോൾ അളവ് കൂടുതലായിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യാൻ അപ്പീൽ കൊടുത്തില്ല എങ്കിൽ അവർ പഠിക്കില്ലേ, കയറി പഠിക്കില്ലേ? തീർച്ചയായും. അപ്പോൾ എവിടെ ഉപയോഗിച്ചത്? യൂണിവേഴ്സിറ്റി എതിർക്കേണ്ടതല്ലേ? ഈ കുട്ടികളെ ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ കോടതിക്ക് മുന്നിൽ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ അതിന് ശക്തമായ തെളിവുകളിലെയോ അല്ലെങ്കിൽ മൊഴികളിലേക്ക് അഭാവം ഉണ്ടാകുന്നു. കോടതിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ തെളിവുകളാണ് പ്രാധാന്യം, വൈകാരികതയെക്കാട്ടി കൂടുതലായിട്ട്. അതെ, കോടതിക്ക് എന്ത് കിട്ടുന്നോ അത് വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെന്താണ് കുഞ്ഞു പോയി അതിൽ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ കൊടുത്ത മൊഴി എങ്ങനെയായിരിക്കും ഞങ്ങൾക്കറിയാമോ? ഇവരെന്താ മൊഴി കൊടുത്തതെന്ന്? കുഞ്ഞുണ്ടോ?
ആ രണ്ട് ഇത് സത്യമാണോ ഇവർ കൊടുത്തിരിക്കുന്ന മൊഴികൾ? ഇപ്പോൾ കോടതിയെ അവിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള മൊഴികളാണ്. അവർക്ക് അത് വെച്ച് നിയമം പല നല്ല നല്ല നിയമങ്ങളാണ്. അപ്പം നിയമത്തിന് അതിന് വളച്ചൊടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ നടക്കുന്നത് ഇപ്പം. ഈ സിദ്ധാർത്ഥൻ്റെ സുഹൃത്തുക്കൾ പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു സംഭവത്തിന് ശേഷം സമീപകാലത്ത് എപ്പോഴെങ്കിലും ഈ വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ അമ്മയച്ഛനെ കാണാനൊക്കെ തയ്യാറാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ വിളിക്കാറുണ്ടോ ഏതെങ്കിലും സുഹൃത്തുക്കൾ? ആ സമയത്ത് അന്ന് തന്നെയാണ്. പിന്നെ ഒരു കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ വിളിച്ചിരുന്നു. അവിടെ നടന്ന കാര്യങ്ങൾ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലും അല്ല. അവൻ്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ. അപ്പോൾ വേറൊരു പെൺകുട്ടി സംസാരിച്ചിരുന്നു. ഇവർക്കൊക്കെ ഇപ്പോൾ പേടിയാണ്. ഇവരൊന്നും ഇപ്പോൾ സംസാരിക്കില്ല. ഒരു പെൺകുട്ടിയുടെ അച്ഛന് ഞങ്ങളുടെ കസിനെ വിളിച്ചിട്ട് ഇത്രയും ഒക്കെ അവിടെ നടന്നിരുന്നു. അപ്പം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ സമയത്തായതൊന്നൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കര പേടിയാണ് പിന്നെ സംസാരിക്കാനൊക്കെ. ഞങ്ങളിതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ജീവൻ എല്ലാവർക്കും, മക്കളുടെ ജീവൻ, പഠിത്തം, അതൊക്കെ എല്ലാവർക്കും നമ്മളായാൽ പോലും, ഇവരുടെയൊക്കെ സ്ഥാനത്ത് നമ്മളായാൽ പോലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പോകും. ഞാൻ പറയുന്ന ഒരു ജീവനെ വെച്ചായിരുന്നു ഇതിൽ കണ്ടുകൊണ്ട് നിന്ന ഏതെങ്കിലും ഒരു കുട്ടി അവരുടെ വീട്ടിൽ വിളിച്ചിരുന്നുവെങ്കിൽ പോലും ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാൻ പറയുന്നത് ധൈര്യം കൊടുക്കുക, പുറത്ത് പറയാനുള്ള ധൈര്യം കൊടുക്കുക. അവർക്കത് ധൈര്യം ഇല്ലാത്തത് എത്രയും ഇവർ ഒന്നിച്ച് നിൽക്കുമ്പോൾ, അധ്യാപകരും സീനിയേഴ്സും എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇവരെക്കാളും എത്രയോ ഇരട്ടിയാണ് അവർ. അതാ ഇവർക്ക് ധൈര്യമില്ലാത്ത. വീട്ടിൽ പറയാൻ പോകും, വീണ്ടും അവിടെ ചെന്ന് പഠിക്കണ്ടേ, പുറത്തായിരുന്നാലും വേറെ കോളേജിൽ പഠിക്കണ്ടേ. ഈ സിദ്ധാർത്ഥൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ഈ വീട്ടിലെത്തിയ ആൾക്കാരിൽ പോലും പ്രതിപട്ടികയിലുള്ള ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞപ്പോൾ ശരിക്കൊരു മാനസികാവസ്ഥ എന്തായിരുന്നു? അവർ വളരെ കൂളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് ഈ ഒരു സങ്കടത്തിൽ പങ്കുചേരുന്നുള്ള നിലയ്ക്കൊക്കെ ഈ വീട്ടിലേക്ക് വന്നു പോയ സഹപാഠികളാണ് ശരിക്കും. അതാണ് നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിച്ചൊരു കാര്യം. ഒരുപക്ഷെ തോളിൽ കൈയിട്ടൊക്കെ നടന്ന ആൾക്കാരും ഇക്കൂട്ടത്തിലൊക്കെ ഉണ്ടാവാം. അമ്മയെ തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായൊരു മാനസികാവസ്ഥ എന്തായിരുന്നു? 5 കുട്ടികൾ വരെ പ്രതികളാണ്. അതിൽ അക്ഷയുണ്ട് പ്രതി ചേർക്കാൻ. പിന്നെ ഒരു ഗൂഢാലോചന ചെയ്ത് വ്യാജ പരാതി കൊടുത്ത വിൻസ്യ എന്നുള്ളൊരു പെൺകുട്ടിയുണ്ട്. ഇവരൊന്നും പ്രതി പട്ടികയിൽ വന്നിട്ടില്ല. ബാക്കി 5 കുട്ടികൾ ഇവരുടെ ക്ലാസ്സിലെ കുട്ടികളാണ്. അല്ലാതെ ഇവിടെ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് കഴിച്ച, ഞാൻ മോനെ എന്ന് വിളിച്ച്, മക്കളെ എന്ന് വിളിച്ച കുട്ടികൾ, സ്വന്തം മകനെ പോലെ സ്നേഹിച്ചിരുന്നു. അതെ. അന്നത്തെ ദിവസം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വീണ്ടും അവരടുത്ത് ചോദിക്കുകയാണ് എന്ത് പറ്റി. അവരെ വിചാരിച്ചത് അന്ന് എല്ലാവരും വിശ്വസിപ്പിച്ചു. ഇതൊരു ആത്മഹത്യയാണ്, അതങ്ങനെ തന്നെ ഇരിക്കുന്നു വിചാരിച്ചു. പിന്നെ സത്യം എവിടെയെങ്കിലും ചെറിയൊരു പുറത്ത് കാണിച്ചു തരും. നമുക്ക് ആ ദൈവതുല്യനാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്ത ഡോക്ടർ. അദ്ദേഹം അത് കറക്റ്റായിട്ട്, അതുവരെയും അവിടുത്തെ പോലീസും എല്ലാം പറയുന്നത് ഒരു സാധാരണ മരണം. അപ്പോൾ ഇത്രയും ഞങ്ങൾ കൊണ്ടെത്തിച്ചത് ഞങ്ങളുടെ കുഞ്ഞ് കൂടെ ഉണ്ട്. തീർച്ചയായും ആ ഒരു കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത് സിദ്ധാർത്ഥൻ്റെ ഒരു സാമീപ്യം ഇപ്പോഴും അവരോടൊപ്പം ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ആ അമ്മയെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നൊരു കാര്യം, തൻ്റെ മകൻ ഇത്തരത്തിൽ അതിക്രൂരമായ റാഗിങ്ങും പീഡനങ്ങൾക്കൊക്കെ ഒടുവിൽ മരണപ്പെടുന്ന അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും കേരളത്തിൽ തുടരെ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ അമ്മയെ അല്ലെങ്കിൽ ഈ ഒരു മാതാപിതാക്കളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നൊരു കാര്യം. ഓരോ ദിവസവും തൻ്റെ മകൻ്റെ ചിന്തകൾ തന്നെയാണ് ഈ കുടുംബമുള്ളത്. പക്ഷേ ഇനി ഒരു കുഞ്ഞിനും ഈ ഒരു അവസ്ഥ വരരുത് എന്നുള്ളൊരു നിശ്ചയദാർഢ്യം മാത്രമാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായും മാറ്റം ഉണ്ടാകേണ്ടതാണ്. ആ ഒരു മാറ്റം സമൂഹത്തിൽ, പ്രത്യേകിച്ചും ഈ ഒരു റാഗിങ് അല്ലെങ്കിൽ കലാലയ അതിക്രമങ്ങളിൽ ആ ഒരു മാറ്റം ഉണ്ടാകും. തൻ്റെ മകൻ്റെ ഒരു ജീവത്യാഗം അതിനൊക്കെ ഒരു കാരണമാകും. ഇന്നല്ലെങ്കിൽ നാളെ അത്തരത്തിൽ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഈ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അഭിജിത്തിനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.